അൽഹംദുലില്ലാ, പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ഇതാ ആഗതമായിരിക്കുകയാണ്. ഇന്ന് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ പ്രഥമ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മുഹറം മാസത്തിൻ്റെ അവസാനം വരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്, മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുകയാണ്. ഇത് അവസാനം വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകൾ ചോദിക്കുന്നു, ഉസ്താദേ, ഇന്നലെ രാത്രി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, ഇന്നലെ രാത്രി വിസ്മി ഞങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല, അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതാൻ സാധിച്ചിട്ടില്ല, ഇന്ന് പകൽ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടൊരു കാര്യമാണ് പറയാനുള്ളത്. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് 5 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഇന്ന് മുതൽ നാളെ മറ്റന്നാൾ മുഹറം 30 വരെ നമ്മൾ 5 കാര്യങ്ങൾ മുറുകെ പിടിക്കുന്നവരാവണം. ഇല്ലെങ്കിൽ വമ്പൻ നഷ്ടമാണ്, വമ്പൻ ഒരു വലിയ ഓഫറാണ് നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകുന്നത്. ഏതാണ് ആ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ? മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദുആ ഏതാണ് ഉസ്താദേ? ദിക്ർ ഏതാണ്? ഏറ്റവും കൂടുതൽ പറയേണ്ട തസ്ബീഹ് ഏതാണ്? തുടങ്ങിയുള്ള സംശയങ്ങൾക്ക് വലിയ ഒരു പരിഹാരമായിരിക്കും ഈ വീഡിയോ. കാരണം അതിൻ്റെ ഉത്തരം ഇതിലുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയിട്ടുണ്ടോ, ദുആരക്കാൻ പറഞ്ഞു, അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും പടച്ചവൻ മാറ്റി സന്തോഷവും സുഖവും പ്രദാനിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മുഴുവൻ ഖബറാളികൾക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് ഏറ്റി കൊടുക്കുമാറാവട്ടെ. നമുക്കൊക്കെ മരിക്കുന്ന സമയത്ത് ഈമാൻ അള്ളാഹു തആല സലാമത്താക്കി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം നമ്മളൊക്കെ കാത്തിരുന്ന പുണ്യമായ മുഹറം മാസം, ഒരു ഇസ്ലാമിക് ന്യൂ ഇയർ, അതിൻ്റെ പ്രഥമ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതോടൊപ്പം തന്നെ ഇതൊരു പുതിയ വർഷമാണല്ലോ. പുതിയ വർഷമാകുമ്പോൾ പരസ്പരം ആശംസകൾ നേരൽ പ്രത്യേകം സുന്നത്താണ്. എങ്ങനെയാണ് ഉസ്താദെ ആശംസ പറയുക? ഡിസംബർ അവസാനിച്ച് ജനുവരി മാസം കടന്നു വരുമ്പോൾ നമ്മളെല്ലാവരും പറയും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, സ്റ്റിക്കർ അയക്കുന്നു, മെസ്സേജ് അയക്കുന്നു, നമ്മൾ പരസ്പരം സന്തോഷങ്ങൾ കൈമാറുന്നു, അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ മുഹറം മാസം വരുമ്പോൾ ആശംസ പറയാൻ അങ്ങനെ ഉണ്ടോ ഉസ്താദെ? അങ്ങനെ ഉണ്ട്, അതും ഒരു സുന്നത്താണ്. മുഹറം മാസം അത് ഇസ്ലാമിക് കലണ്ടറിൻ്റെ പ്രഥമ മാസമാണ്. ഇസ്ലാമിക് ന്യൂ ഇയർ തുടങ്ങുകയാണ്, ഇന്നത്തോടുകൂടി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ആശംസകൾ നമ്മൾ പരസ്പരം പറയേണ്ടതുണ്ട്. അതെങ്ങനെയാണ് പറയേണ്ടത്? തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നോ, അല്ലെങ്കിൽ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അമാൽ എന്നോ നമുക്ക് പറയാം. തഖബ്ബലല്ലാഹ് എന്ന് പറഞ്ഞാലും മതി. തഖബ്ബലല്ലാഹ് എന്നോ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നോ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അമാൽ, അതാണ് പൂർണ്ണമായ രൂപം. ഇതാണ് നമ്മൾ പരസ്പരം ആശംസകൾ പറയുമ്പോൾ മുഹറം മാസത്തിൻ്റെ ആശംസയായി നമ്മൾ പറയേണ്ടത്. ഇത് നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെരുന്നാൾ ആശംസകൾ നേരുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അമാൽ, ഈദ് മുബാറക് എന്നൊക്കെ നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു. എന്നതുപോലെ നമുക്ക് ഇവിടെയും പറയാം. എന്ത്? കുല്ലു ആം വ അൻതും ബിഖൈർ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും സ്വാലിഹൽ അമാൽ എന്ന് നമുക്ക് പറയാം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ലാഹു തആല നമ്മളിൽ നിന്നും ഈ വർഷത്തെ, ഈ മാസത്തെ സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ നല്ല അമലുകളെ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ എന്നുള്ളൊരു ദുആയാണ് നമ്മളൊരു ആശംസ രൂപത്തിൽ പറയുന്നത്. മറ്റു ചില ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദെ, ഇന്നലെ രാത്രി വിസ്മി ഞങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല, അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതാൻ സാധിച്ചിട്ടില്ല, അപ്പോൾ ഇന്ന് പകൽ ചെയ്താൽ മതിയോ? കാരണം മുഹറം പിറന്നത് മുഹറം 1 ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചില്ല, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പകൽ ഇത് ചെയ്താൽ മതിയോ? മതി, പകൽ ചെയ്താൽ മതി. പകൽ ഇന്നത്തെ മഗ്രിബിന് മുമ്പ് അത് ചെയ്ത് തീർക്കുക. പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ ആ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. എഴുതുമ്പോൾ ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക, വുളൂ ഉണ്ടായിരിക്കുക, ഒരു മടിയും അലസതയും ഉണ്ടാവാൻ പാടില്ല. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല എഴുതേണ്ടത്. നല്ല നിയ്യത്തോടുകൂടി എഴുതുക. എഴുതുന്ന സമയത്ത്
ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് പറഞ്ഞിട്ട് എഴുതുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി സ്വന്തമായി നമ്മൾ എഴുതുക. അപ്പോൾ പറഞ്ഞത് 19 അക്ഷരമാണ്. ഈ 19 അക്ഷരങ്ങളും നമ്മൾ എഴുതേണ്ടത് സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എഴുതുമ്പോൾ കൂട്ടിയാണ് എഴുതുന്നത്. അങ്ങനെ കൂട്ടി അല്ല എഴുതേണ്ടത്, മറിച്ച് പിരിച്ച് ഓരോ അക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. 19 അക്ഷരമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുള്ളത്. ഓരോ അക്ഷരവും വേർതിരിച്ച് എഴുതുക. ഫത്ഹ, കിസ്ർ, ലൊമ്മ് ഇടാൻ പാടില്ല. അതുപോലെ കൂട്ടി എഴുതാൻ പാടില്ല. അതുപോലെ വള്ളി പുള്ളി ഇടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എങ്ങനെ എഴുതണമെന്ന് പ്രാക്ടിക്കലായി കണ്ട് നമുക്ക് പഠിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഓരോ അക്ഷരം? ആദ്യത്തെ അക്ഷരം ബ, 2 സീൻ, 3 മീം, 4 അലിഫ്, 5 ലാം, 6 ലാം, 7 ഹ, 8 അലിഫ്, 9 ലാം, 10 റ, 11 ഹ, 12 മീം, 13 നൂൻ, 14 അലിഫ്, 15 ലാം, 16 റാ, 17 ഹ, 18 യാ, 19 മീം. അങ്ങനെ 19 അക്ഷരങ്ങൾ 113 പ്രാവശ്യം നമ്മളൊരു പേപ്പറിൽ എഴുതുകയും അത് ഹംല് ചെയ്യണമെന്നാണ് ഉലമാക്കൾ. ഹംല് എന്ന് പറഞ്ഞാൽ ചുമക്കുക. അത് നമുക്ക് എഴുതിയിട്ട് ആ പേപ്പർ തന്നെ മടക്കി നമ്മൾ നമ്മുടെ പേഴ്സിൽ വെക്കാം. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഷോക്കേസ് ഉണ്ടാകും, അല്ലെങ്കിൽ വാതിലിൻ്റെ മുകളിൽ വെക്കാം, ഷെൽഫിൽ വെക്കാം, കാറിൻ്റെ ഉള്ളിൽ വെക്കാം. സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, കടയുണ്ടാകും, കച്ചവട സ്ഥാപനങ്ങളുണ്ടാകും, അവിടെ വെക്കാം. ഇവിടങ്ങളിലെല്ലാം നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് പേപ്പർ വേണം, ഏത് പേപ്പർ ആയാലും കുഴപ്പമില്ല. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുന്ന സമയത്ത് നല്ലതുപോലെ തെളിഞ്ഞു വരുന്ന രൂപത്തിലായിരിക്കണം എഴുതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ എഴുതി വെച്ചാൽ അവനക്ക് കിട്ടാൻ പോകുന്നത് ആ വർഷം വലിയ ഖൈറുണ്ടാകും, വലിയ ബറക്കത്തുണ്ടാകും, വലിയ റഹ്മത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ സംരക്ഷണമുണ്ടാകും, വലിയ മാറാ രോഗങ്ങളെ തൊട്ടുള്ള ശിഫയുണ്ടാകും, അപകടങ്ങളെ തൊട്ട് വലിയ കാവലുണ്ടാകും. കണ്ണേർ, സിഹർ, അതുപോലെ തന്നെ കൊതി, അതുപോലുള്ള കരിനാക്ക് പോലെയുള്ള വലിയ മോശപ്പെട്ട കാര്യങ്ങളെ തൊട്ടുള്ള സലാമത്തുണ്ടാകും. ഉസ്താദേ, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യും? ആ പഴയ പേപ്പർ എടുത്ത് കളയാൻ പറ്റുമോ? ആ പഴയതുള്ളത് കൊണ്ട് ഞങ്ങൾ പുതിയത് എഴുതണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പഴയതുള്ളത് കൊണ്ട് പുതിയത് എഴുതിയാൽ അത് വലിയ ഖൈറാണ്. ഓരോ വർഷവും എഴുതലാണ് വേണ്ടത്. പഴയത് എന്ത് ചെയ്യും? ചുരുട്ടിക്കൂട്ടി കളയണ്ട. കാരണം അത് അള്ളാഹുവിൻ്റെ പേരാണ് എഴുതിയത്, ആയത്താണ് എഴുതിയത്, ഖുർആനാണ് എഴുതിയത്. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ പുറത്തായി നിങ്ങൾ കൊട്ടിച്ചാലും മതി, അലമാരയിലാണെങ്കിൽ അതിൻ്റെ കൂടെ വെച്ചാലും മതി. ഇനി മറ്റേത് പഴയത് അത് കീറിപ്പോയി, ഇനി അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് നല്ല സ്ഥലത്ത് വെച്ച് കരിച്ച് കളഞ്ഞിട്ട് ആ ചാരം ഏതെങ്കിലും ഒരു നല്ല വെള്ളത്തിൽ ഒഴുക്കി കളയലാണ് വേണ്ടത്. അപ്പോൾ പഴയതുണ്ട് എങ്കിലും പുതിയത് എഴുതി വെക്കൽ ഏറ്റവും നല്ലതാണ്. ഇനി ഒന്നിന് എഴുതാൻ പറ്റിയില്ല, ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസായിരിക്കും. മനുഷ്യനാണല്ലോ, ജോലി തിരക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടൊക്കെ വന്നാൽ നമുക്ക് നാളെയൊക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അത് പടച്ചവനാണ് എല്ലാം നമുക്ക് കൂലി തരുന്നത്. അള്ളാഹുവിന് എല്ലാ ഹാലുകളും അറിയാമല്ലോ, എല്ലാ അവസ്ഥകളും പടച്ചവനറിയാം. പരമാവധി ഇന്ന് മഗ്‌രിബിന് മുമ്പ് എഴുതാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഇനി പറ്റില്ല എങ്കിൽ നാളെ എങ്കിലും, രണ്ടാമത്തെ ദിവസമെങ്കിലും അത് നമ്മൾ ചെയ്ത് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതേണ്ട സമയവും ഇതാണ്. അതും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ആയത്തുൽ കുർസി ഓതിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഒരുപാട് നേട്ടമുണ്ട്. അതിൽപ്പെട്ടത് ഒന്നാണ് നമ്മുടെ ശാരീരികമായ മാനസികമായ ആരോഗ്യം ദൃഢപ്പെടാൻ ഇത് കാരണമാണെന്നാണ്. നല്ല നിയ്യത്തോടുകൂടി ഓതിയാൽ ശാരീരികമായ ക്ഷമതയുണ്ടാകുമെന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്ഥിരമായി ഈ ആയത്തുൽ കുർസി ഓതുമായിരുന്നു. മരണം വരെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ക്ഷമത നശിച്ചു പോയിട്ടില്ല, നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആയത്തുൽ കുർസി നിത്യമായി പാരായണം ചെയ്യുക. നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, വാഹനത്തിൽ കയറുമ്പോൾ, വുദൂഇന് ശേഷം, ഉറങ്ങാൻ കിടക്കുമ്പോൾ, അങ്ങനെ അതുപോലെ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ഓതിയാൽ വമ്പൻ നേട്ടങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ആയത്തുൽ കുർസിയെ
ഓരോ നമ്മുടെ മനസ്സിലുള്ള നീയത്ത് അനുസരിച്ച് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ആ നീയത്ത് അല്ലാഹു തആല കബൂലാക്കും എന്നതിലും യാതൊരു സംശയവുമില്ല. ഉലമാക്കളെല്ലാം നമുക്കത് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. മുഹറം മാസത്തിലാണ്, ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലാണ്. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലാണ് ഓരോ വർഷത്തെയും വരവേൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവണം, അള്ളാഹുവിൻ്റെ വലിയ സമാധാനം വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലും ഉണ്ടാവണമെന്നുള്ള നല്ല നീയത്തിൽ ഈ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു അത് നൽകും എന്നതിൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ആയത്തുൽ കുർസിയെ അതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ നബി തങ്ങളുടെ പല ഹദീസിലും കാണാം. ഈ ആയത്തുൽ കുർസി അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ഇറക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വാനലോകത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒറ്റക്കല്ല 70,000-ഓളം മലക്കുകളുടെ അകമ്പടിയോടെയാണ് വന്നതെന്ന് നമുക്ക് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. ഈ ആയത്തുൽ കുർസി ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ അന്ന് മക്കയിലും പരിസരത്തും മദീനയിലും പരിസരത്തുമൊക്കെ എവിടെയൊക്കെ ബിംബങ്ങൾ ഉണ്ടായിരുന്നോ, വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ, അത് മുഴുവനും തലകീഴായി മറിഞ്ഞു വീണു എന്നും ചരിത്രത്തിൽ കാണാം. ശൈത്വാന്മാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നും നമുക്ക് തഫ്സീറിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സ്വഹാബിയെ കണ്ടു. ആ സ്വഹാബിയോട് ചോദിച്ചു, അലാ തതസവ്വജ്, നീ വിവാഹം കഴിക്കുന്നില്ലേ? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബിയെ വഅന കമാ തഅലമു യാ റസൂലല്ലാഹ്, നബിയെ എൻ്റെ അവസ്ഥ വളരെയധികം പ്രയാസത്തിലാണ്, എനിക്ക് സാമ്പത്തികമായി ഒരു പുരോഗതിയുമില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ വിവാഹം കഴിക്കാത്തത്. ആ സമയത്ത് നബി തങ്ങളൊന്നും മിണ്ടിയില്ല. വീണ്ടും രണ്ടാമതും മറ്റൊരു പ്രാവശ്യം കണ്ടപ്പോൾ ചോദിച്ചു, അലാ തതസവ്വജ്, നീ വിവാഹം കഴിക്കുന്നില്ലേ? ആ സമയത്തും ആ സ്വഹാബി പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസയില്ല. മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോഴും ആ സ്വഹാബി പറഞ്ഞത്, എൻ്റെ കയ്യിൽ പൈസയില്ല. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ആയത്തുൽ കുർസി കാണാതെ അറിയാമോ? അറിയാം നബിയെ. എങ്കിൽ അത് ഇന്നു മുതൽ നീ നിത്യമായി പാരായണം ചെയ്യാൻ തുടങ്ങുക. എങ്കിൽ നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തികമായ ഭദ്രതയുണ്ടാകും. അതുകൊണ്ട് നിനക്ക് ഇൻഷാ അല്ലാഹ് വിവാഹം കഴിക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു ഉപദേശം ആ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തു എന്ന് ചരിത്രത്തിൻ്റെ കിതാബിൽ കാണാം. ആയത്തുൽ കുർസി ആയത്തുകളുടെ നേതാവാണ്. വിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. ആ ആയത്തുകളിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള ആയത്ത് കൂടിയാണ് ഈ ആയത്തുൽ കുർസി. ഇപ്പം ചില ആളുകൾ വലിയ പ്രയാസത്തിൽ സംശയത്തിൽ ചോദിക്കും, ഉസ്താദെ ഈ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ഓതിയാൽ ഞങ്ങൾക്ക് ഒരുപാട് ജോലിയുള്ളതാണ്, ഉമ്മമാർക്ക് ഒരുപാട് ജോലിയുള്ളതാണ്, അതുപോലെ തന്നെ ഇന്ന് ഇരിപ്പിൽ അങ്ങനെ ഓതാൻ പറ്റില്ല, ഒരുപാട് പ്രയാസമാണ്, മറ്റു ജോലി തിരക്കുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവരോട് പറയട്ടെ, ഒറ്റ ഇരിപ്പിൽ തന്നെ ആയത്തുൽ കുർസി ഓതി തീർക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഓതാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇനി ഓതാൻ പറ്റിയില്ല, നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഓതി തീർത്താലും മതി. ഒറ്റ ഇരിപ്പിന് ഓതി തീർക്കണമെന്നില്ല, ഘട്ടം ഘട്ടമായി 100 100 100 അതുപോലെ 60 അങ്ങനെ ഓതി തീർത്താലും മതി. മുഹറം മാസം 1-ാമത്തെ ദിവസത്തിൻ്റെ മഗ്രിബിന് മുമ്പ് ഓതി തീർക്കണമെന്നതാണ് മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ആ ഒരു ടൈം. ആയത്തുൽ കുർസി ഓതുമ്പോൾ 2 കാര്യം. ഒന്നാമത്തേത്, ഓരോ ആയത്തുൽ കുർസിക്ക് മുമ്പും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അതുപോലെ തന്നെ ആയത്തുൽ കുർസി എല്ലാം 360 പ്രാവശ്യം ഓതി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ദുആയുണ്ട്. ആ ദുആയി നമ്മൾ പറയാൻ മറന്നു പോവരുതേ. ഇനി പറയുന്ന ദുആ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ യാ മുഹവ്വിലൽ അഹ്വാൽ ഹവ്വിൽ ഹാലിഹി ഇലാ അഹ്സനിൽ അഹ്വാൽ ബിഹൗലിക വഖുവതിക യാ അസീസു യാ മുതആൽ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം.
എന്ന ഒരു ദുആയും കൂടി നമ്മൾ ആയത്തുൽ കുർസിക്ക് ശേഷം പറയൽ പ്രത്യേകം സുന്നത്താണ്, പ്രത്യേകം ഖൈറാണ്. അൽഹംദുലില്ലാഹ്. എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ ഈ പ്രഥമ ദിവസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 5 കാര്യങ്ങളാണ് ആദ്യമായി സൂചിപ്പിക്കുന്നത്. മുഹറം മാസത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു തആല യുദ്ധം ഹറാമാക്കിയിട്ടുള്ള മാസമാണ് മുഹറം മാസം. അത് നമുക്കെല്ലാവർക്കും അറിയാം. മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. 4 മാസം പവിത്രമാണ്, അതിൽപ്പെട്ടൊരു മാസമാണ് മുഹറം. ഹിജ്റ കലണ്ടറിൻ്റെ പ്രഥമമായ മാസമാണ് മുഹറം മാസം. ലോകത്ത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ജീവിതത്തിൽ പല വിജയങ്ങളും അള്ളാഹുവിൻ്റെ വലിയ സഹായങ്ങളും പല അത്ഭുതങ്ങളും അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു മാസമാണ് മുഹറം മാസം. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ ഖുർആൻ അല്ലാത്ത ബാക്കിയുള്ള 3 ഗ്രന്ഥങ്ങൾ, ആ 3 ഗ്രന്ഥങ്ങളും അല്ലാഹു തആല അതാത് പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പ് പിടിക്കാൻ ഏറ്റവും പറ്റിയ മാസമാണ് പുണ്യമായിട്ടുള്ള ഈ മുഹറം മാസം. പ്രത്യേകിച്ച് മുഹറം മാസത്തിൻ്റെ 10-ൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. മുഹറം 9-ഉം 10-ഉം പിടിക്കൽ സുന്നത്താണ്. മുഹറം 9-ഉം 10-ഉം 11-ഉം പിടിക്കലും പ്രത്യേകം സുന്നത്താണ് എന്ന് ഉലമാക്കൾ അവരുടെ കിതാബുകളിലൊക്കെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. ഇനി എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളൊക്കെ ഒരു പുതുവർഷത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. ഒരു പുതിയ വർഷമാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. വൽ ഫജ്ർ പ്രഭാതത്തെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികളെ തന്നെയാണ് സത്യം. ഈ 10 രാത്രികൾ എന്നുള്ളത് ഏതാണ് എന്ന് ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. ചില ഉലമാക്കൾ പറയുന്നു അത് പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ 10 രാത്രികളാണ്. അതല്ല, ചിലർ പറയുന്നു കഴിഞ്ഞുപോയ വർഷത്തിലെ അവസാനത്തെ മാസമാകുന്ന ദുൽഹിജ്ജ മാസം, ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 രാത്രികളാണ് ഇവിടെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. അതുമല്ല, ചില ഉലമാക്കൾ പറയുന്നു അത് പരിശുദ്ധമായ പുണ്യമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ ഈ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10 രാത്രികളാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന, ഒരു സുന്നത്തിന് ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന, ഒരു ഫർളിനോ ഒരുപാട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എത്രയാണോ അത്രമാത്രം ശ്രേഷ്ഠതകൾ കിട്ടുന്ന ഒരു പുണ്യമായ മാസമാണ് ഈ മുഹറം മാസം. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. നമ്മളൊക്കെ കേട്ട് തഴമ്പിച്ച ഒരു ഹദീസാണ്. എന്താണത്? അള്ളാഹുവിൻ്റെ അടിമകൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്ന റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന പ്രതിഫലം എത്രമാത്രം വലുതാണോ അതിനേക്കാൾ താഴെ കിടക്കുന്ന, അതിനേക്കാൾ താരതമ്യം ചെയ്യാൻ പറ്റില്ല എങ്കിലും ആ ഒരു പ്രതിഫലത്തിൻ്റെ ഒരു അംശത്തിലേക്ക് എത്തുന്ന തരത്തിൽ നോമ്പ് പിടിച്ചാൽ പ്രതിഫലം കിട്ടുന്ന മാസമാണ് ഈ മുഹറം മാസം. അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തആല ലോകത്ത് ഇറക്കിയ മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. തീർന്നില്ല, 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 5 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഈ മുഹറം മാസത്തിലെ നോമ്പിൻ്റെ കാര്യം. അപ്പോൾ ഉസ്താദ്, ഈ മുഹറം 1-നും 2-നും 3-നൊക്കെ നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? മുഹറം 9-ൻ്റെ 10-ൻ്റെ 11-ൻ്റെ ഒക്കെ നിയ്യത്ത്. നമ്മൾ മുഹറം മാസത്തിൽ നോമ്പ് പിടിക്കുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടത് ഒന്നാമത്തെ രൂപം, ഈ വർഷത്തെ മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. ഇതാണ് നമ്മൾ ഒന്നാമത്തെ നിയ്യത്ത്. ഇനി പിടിക്കുന്നത് വ്യാഴാഴ്ചയാണ് നമ്മൾ സുന്നത്ത് നോമ്പ് പിടിക്കുന്നു, അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണെങ്കിൽ ആ ഒരു നിയ്യത്ത് വെക്കാം. ഒന്ന്, മുഹറം മാസത്തിലെ സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു. അപ്പോൾ ഇതെന്തായി? 2 നിയ്യത്തായി. പിന്നെ നമ്മൾ പിടിക്കുമ്പോൾ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുണ്ടെങ്കിൽ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പും ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു എന്ന് നമുക്ക് നിയ്യത്ത് വെക്കാം. അപ്പോൾ എന്തായി? 3 നോമ്പ് പിടിച്ച പ്രതിഫലം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിയ്യത്തിൻ്റെ കാര്യം മറന്നു പോവണ്ട. പിന്നെ നമ്മൾ ഈ സുന്നത്തായ നോമ്പിൽ ഫർളായ നിയ്യത്ത് കൂടി വെക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ നമ്മൾ നിയ്യത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തലേന്ന് തന്നെ നമ്മൾ നിയ്യത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നാളെ പകൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഇന്ന് സുബഹിക്ക് മുമ്പെങ്കിലും ഞാൻ നിയ്യത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധിക്കുക.
ഇതാണ് ഒന്നാമത്തെ കാര്യം, നോമ്പിൻ്റെ കാര്യമാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് സ്വതക്കയുടെ കാര്യമാണ്. സ്വതക്ക കൊടുത്താൽ ഒരുപാട് കൂലി കിട്ടുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. ഈ സ്വതക്ക കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും സ്വതക്ക കൊടുക്കുന്നതിന് ഒരേ പ്രതിഫലമല്ല. ഓരോ ദിവസത്തിനും സ്വതക്ക കൊടുക്കുമ്പോൾ വ്യത്യസ്തമായ കൂലിയാണ്. ഇപ്പോൾ ഓരോ സീസൺ വരുമ്പോഴാണ് പാർക്കുകളിലും അതുപോലെ റിസോർട്ടുകളിലും ഒക്കെ ഈ റേറ്റിന് വ്യത്യാസം വരുന്നത്. ഇപ്പോൾ ഊട്ടിയിലും മൈസൂരിലും അതുപോലെ മൂന്നാറിലൊക്കെ നമ്മൾ ടൂർ പോകുമ്പോൾ ആ ടൂറിൻ്റെ സീസൺ, വെക്കേഷൻ സീസൺ ആണെങ്കിൽ അവിടുത്തെ റൂമുകൾക്കും അവിടുത്തെ സാധനങ്ങൾക്കൊക്കെ വില അല്പം കൂട്ടി അവർ പറയും. അതങ്ങനെയാണ്, സ്വാഭാവികമാണ്. എന്നതുപോലെ ഈ പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള മാസങ്ങളിലും ദിവസങ്ങളിലും അല്ലാഹു തആല സ്വതക്ക കൊടുക്കുന്നവർക്ക് കൂടുതൽ പ്രതിഫലം നൽകും. റമദാനിൽ, അതുപോലെ തന്നെ പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം, അതുപോലെ ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന മുഹറം മാസം, ഈ മാസത്തിലൊക്കെ സ്വതക്ക കൊടുത്താൽ ഒരുപാട് പ്രതിഫലമാണ്. സ്വതക്ക കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചു നൽകും. രോഗങ്ങൾക്ക് വലിയ ശമനം കിട്ടും. അതുപോലെ തന്നെ മരണപ്പെട്ടുപോയവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സമ്മാനമാണ് എന്ത്? ഈ റജബ് മാസത്തിൽ സ്വതക്ക ചെയ്തിട്ട് പടച്ചോനെ ഞാൻ കൊടുത്ത ആ സ്വതക്കയുടെ പ്രതിഫലം എൻ്റെ ഉമ്മയുടെ വാപ്പയുടെ ഖബറിലേക്ക് കൊടുക്കണേ എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്താൽ അത് അവർക്കും കൂടി പ്രതിഫലമാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. സ്വതക്കകളുടെ കാര്യം, പാവപ്പെട്ടവർ വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും കൊടുത്തു വിടുക. മൂന്നാമത്തേത് കുടുംബത്തിൽ വിശാലത ചെയ്യലും കുടുംബബന്ധം ചേർക്കലും പ്രത്യേകം ഖൈറാൻ. ഈ മുഹറം മാസത്തിൽ പ്രത്യേകിച്ച് നോമ്പുള്ള നമ്മുടെ മക്കളൊക്കെ നോമ്പ് പിടിക്കുകയാണെങ്കിൽ അന്ന് അവർക്ക് നോമ്പ് തുറക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ കഴിയുന്നത് പോലെ അത് അവർ വാങ്ങിക്കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം ചേർക്കുക, പിണങ്ങിയവരോട് ഇണങ്ങുക. അതോടൊപ്പം കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആരക്കുക. മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ദുആരക്കണം. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആരക്കണം. കുടുംബത്തിന് വേണ്ടി ദുആരക്കുന്ന ദുആ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. മുമ്പ് പല വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇതാണ് നമ്മുടെ കുടുംബ ബന്ധം കൂട്ടി ഉറപ്പിക്കുവാനും പിണക്കങ്ങൾ മാറി ഇണക്കം വരാനും കുടുംബജീവിതത്തിൽ ഖൈറും സന്തോഷവും ഉണ്ടാവാൻ ഈ ദുആ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. പിന്നെയോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇസ്തിഗ്ഫാർ പറയണേ, തൗബ ചെയ്യണേ. തൗബ ചെയ്യണം. എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? ഇസ്തിഗ്ഫാർ പറയലാണ്. അത് നിസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയൽ മാത്രമല്ല, അതല്ലാത്ത സമയത്തും പറയണം. ഒന്നുകിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി അത് പറയാം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അതുപോലെ റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ഒരു ദുആ നമ്മൾ അധികരിപ്പിക്കണം. അതൊരു തൗബയുടെ വാക്കാണ്. പിന്നെയോ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആ ദുആയും അധികരിപ്പിക്കാം. അതുപോലെ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ. അതും ഒരു തൗബയുടെ വാക്കാണ്. അതും നമുക്ക് പറയാം. പിന്നെയോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുആ പറയാം. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഒരു ദുആയും നമുക്ക് പറയാം. ഇതൊക്കെ തൗബയുടെ ദുആയാണ്, തൗബയുടെ വാക്കുകളാണ്. എന്നിട്ട് മലയാളത്തിൽ നമ്മൾ ദുആ ചെയ്ത് നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിനേക്ക് പൊറുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെയോ അഞ്ചാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിക്റുകൾ പറയലാണ്. ഒന്നാമത്തെ ദിക്ർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവിലേക്കെല്ലാം ഭരമേൽപ്പിക്കുന്ന ദിക്റാണ് ഈ ദിക്ർ. ഒരുപാട് അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധ മുഹറം മാസം. അതുപോലെ തന്നെ സ്പെഷ്യലായി നമ്മൾ പറയേണ്ട ഒരു ദിക്റുണ്ട്, ഒരു ഇസ്തിഗ്ഫാറിന്റെ വചനം കൂടിയാണത്. ഏതാണത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം ദുൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം.
മുഹറം മാസത്തിൻ്റെ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ദുൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം. അല്ലാഹുവേ, പടച്ചവനെ, എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാർ തേടുകയാണ്. എൻ്റെ മുഴുവൻ തെറ്റുകളും പാപങ്ങളും അബദ്ധങ്ങളും എല്ലാം ഞാൻ അറിയാതെ ചെയ്തത്, അറിഞ്ഞ് ചെയ്തത്, രഹസ്യമായത്, പരസ്യമായത്, ചെറുതായത്, വലുതായത് എല്ലാം ഞാൻ നിന്നോട് തൗബ ചെയ്യുന്നു. റബ്ബേ, എനിക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. പാപങ്ങളെ തൊട്ട് മാറി നിൽക്കുന്നവനും ഉന്നതനും വിശാല മനസ്കനും അതുപോലെ മാന്യനുമായ അല്ലാഹുവേ, പടച്ചവനെ, നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു അല്ലാ എന്ന് നമ്മൾ ദിക്റായിട്ട്, ആ ഒരു ദുആയായിട്ട്, ആ ഒരു തൗബയുടെ വചനമായിട്ട് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നോമ്പിൻ്റെ നിയത്ത് നമ്മൾ പറഞ്ഞു. നോമ്പിൻ്റെ കാര്യം, നോമ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നോമ്പ് തുറക്കുന്ന സമയം, നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള പ്രത്യേകമായ സുന്നത്തുകൾ. പല ആളുകളും ഇതൊരു സുന്നത്ത് നോമ്പല്ലേ, റമദാനിലെ നോമ്പാണെങ്കിൽ നമുക്ക് ആ ഒരു എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു ആരവം കാരണം നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ സുന്നത്ത് പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ സുന്നത്ത് നോമ്പാണെങ്കിൽ നമ്മൾ സ്വന്തമായി പിടിക്കുന്നു, പലപ്പോഴും അശ്രദ്ധമായി പോവാറുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. സുന്നത്ത് നോമ്പാണെങ്കിലും വളരെ ശ്രേഷ്ഠമുള്ള നോമ്പാണ് ഈ മുഹറം മാസത്തിലെ 1 മുതലുള്ള നോമ്പ്. അതുകൊണ്ട് ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകം, ഇപ്പോൾ ഒരു 6:45 ബാങ്ക് എങ്കിൽ എന്ത് ചെയ്യുക, ഒരു 6:40 നമ്മൾ നല്ലതുപോലെ വുളൂഅൊക്കെ എടുത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവരാണെങ്കിൽ പുരുഷന്മാർ നിങ്ങൾക്ക് അവിടെ തന്നെ പള്ളിയിൽ തന്നെ ഇരിക്കാം. ഉമ്മമാരാണെങ്കിൽ വീട്ടിൽ തന്നെ ആ നോമ്പിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് 2 മിനിറ്റെങ്കിലും നമ്മൾ ഒരു ദുആക്ക് വേണ്ടി മാറ്റിവെക്കുക. കാരണം ഏറ്റവും കൂടുതൽ അല്ലാഹു തആല നമ്മളിലേക്ക് അടുക്കുന്നത് ആ സമയത്താണ്. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള സമയം അള്ളാഹു അവനിലേക്ക് അടുത്തിരിക്കുമെന്നാണ്. ആ സമയത്ത് എന്തു ചോദിച്ചാലും അള്ളാഹു നൽകും. നല്ല രൂപത്തിൽ ചോദിക്കണം. ആ സമയത്ത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ചോദിക്കാം, അള്ളാഹിനോട് പറയാം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ള 2 ദുആകളുണ്ട്. ആ 2 പറയൽ പ്രത്യേകം സുന്നത്താണ്. ഒന്ന്, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു. അല്ലാഹുവേ, ഞാൻ നോമ്പ് പിടിച്ചു, നീ തന്ന റിസ്കുമായിട്ട് ഞാനിതാ നോമ്പ് തുറക്കുകയാണ്. അല്ലാഹുമ്മ ലക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു. വഅലാ റിസ്കിക അഫ്തർതു, നീ തന്ന വിഭവങ്ങൾ കൊണ്ട് തന്നെ ഞാൻ നോമ്പ് തുറക്കുന്നു എന്ന ദുആ. അതല്ലാതെ പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുള്ളൊരു ദുആയാണ് ذهب الظمأ وابتلت العروق فثبت الأجر إن شاء الله. ذهب الظمأ وابتلت العروق فثبت الأجر إن شاء الله. അല്ലാഹുവേ, ദാഹമൊക്കെ പോയി, എൻ്റെ നാഡീ നരമ്പുകളൊക്കെ നനഞ്ഞു, അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചാൽ ഈ നോമ്പിന് എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന മഹത്തായ ദുആ. ذهب الظمأ وابتلت العروق فثبت الأجر إن شاء الله. ആ ദുആ നിങ്ങൾക്ക് കാണാം. ഇത് രണ്ടും ശ്രേഷ്ഠമുള്ളതാണ്. എന്നാലും ഈ 2 ദുആയും പറയാൻ പറ്റുന്നവർക്ക് പറയാം. വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ്, വളരെ പവർഫുള്ളായ ദുആകളാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ആയത്ത് കുർസിയുടെ കാര്യം 360 പ്രാവശ്യം, പിന്നെ 113 ബിസ്മി, ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ പകലോടുകൂടിയാണ് നമ്മൾ ചെയ്യുക. പല ആളുകളും ഇന്നലത്തെ രാത്രി നമ്മൾ ചെയ്ത് കാണും. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് തന്നെ ഇതൊക്കെ പ്രത്യേകം കഴിയുന്ന രൂപത്തിലൊക്കെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ അറിവുകൾ നിറഞ്ഞ വീഡിയോ നിങ്ങൾ കാണുകയും ഇതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാൻ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. അതുപോലെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നതും പറയുന്നതുമായ എല്ലാ നല്ല കാര്യങ്ങളും നാളെ ആഖിറത്തിൽ നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൽ വലിയ ഭാരമുള്ള നല്ല അമലുകളായി അല്ലാഹു തആല പരിഗണിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ പറഞ്ഞോ അവരുടെയും നമ്മുടെയും എല്ലാവിധ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് റഹ്മത്ത് ഏറ്റി നൽകുമാറാവട്ടെ. ഒരുപാട് പേര് ഒരുപാട് കമൻറ്റുകൾ എഴുതുന്നുണ്ട്, അതൊക്കെ വായിക്കുന്നുണ്ട്. പക്ഷേ ഓരോ കമൻറ്റിനും സെപ്പറേറ്റായി മറുപടി തരാനുള്ള പ്രയാസം കാരണം മൊത്തത്തിൽ ദുആയിൽ ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മളെ എല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള, പ്രത്യേകിച്ച് മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല പ്രദാനിക്കട്ടെ. ഈ കടന്നു വന്നിട്ടുള്ള ഈ മുഹറം മാസം, ആ മുഹറം മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും നല്ല അമലുകൾ ചെയ്യുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.